വെൽക്കം ടു അവർ സ്റ്റോറി ചെകുത്താൻ്റെ പ്രണയം എപ്പിസോഡ് 6. അടുക്കളയിൽ നീയുടെ മണവും പുതുതായി വേവിച്ച പൂരിയുടെ ചൂടും നിറഞ്ഞു നിന്നിരുന്നു. പുറത്തുനിന്ന് കുടുംബാംഗങ്ങളുടെ ചിരിയും തമാശകളും കേൾക്കാമായിരുന്നു. പക്ഷേ ആ നിമിഷം അവൾക്കും അമ്മായിക്കും ഇടയിൽ മാത്രം ഒരു വേറിട്ട ലോകം തുറന്നതുപോലെ തോന്നി. അവളുടെ കൈകൾ വിറയ്ക്കുന്നത് കണ്ട അമ്മായി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. ദേവിയുടെ കയ്യിൽ അമ്മായി പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കറിയാമോ, എൻ്റെ ഇവിടുത്തെ ആദ്യത്തെ അടുക്കള ദിവസവും ഇങ്ങനെ തന്നെയായിരുന്നു. അവൾ അതിശയത്തോടെ അവരെ നോക്കി. എനിക്കും വലിയ പേടിയായിരുന്നു. ഇത്രയും പേരുടെ മുന്നിൽ ആദ്യമേ പാചകം ചെയ്യണം, എന്തെങ്കിലും തെറ്റിപ്പോയാലോ എന്നായിരുന്നു മനസ്സിൽ മുഴുവനും. ഒരു ചെറുചിരി അമ്മായിയുടെ ചുണ്ടുകളിൽ വിരിഞ്ഞു. പക്ഷേ അന്നവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആര്? അവൾ അറിയാതെ ചോദിച്ചു. ഋഷി. ആ പേര് കേട്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ പ്രണയത്തിൻ്റെ മിന്നൽ തെളിഞ്ഞു. ആരും കാണാതെ അടുക്കളയിൽ വന്ന് എൻ്റെ അരികിൽ നിന്ന് ഞാൻ വിറയ്ക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, അമ്മായി ഒറ്റയ്ക്കല്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്ത് തെറ്റ് വന്നാലും നമുക്ക് രണ്ടുപേർക്കും കൂടി ശരിയാക്കാം. ആ ഒരു വാക്ക് മതിയായിരുന്നു. എൻ്റെ പേടി മുഴുവൻ അപ്രത്യക്ഷമായി. അവർ ചിരിച്ചുകൊണ്ട് കണ്ണുനീർ തുടച്ചു. അന്നവൻ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഓടിപ്പോവേനെ. അമ്മായിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ അറിയാതെ ഒരാൾ മാത്രം തെളിഞ്ഞു വന്നു, ഋഷി. രാവിലെ അവൾ പരിഭ്രമിച്ചു നിന്നപ്പോൾ ഒന്നും പറയാതെ തൻ്റെ അരികിൽ വന്ന് മാവ് കുഴച്ചു തന്നതും പൂരി വറുക്കാൻ സഹായിച്ചതും എല്ലാവരും കാണാതെ തൻ്റെ പേടി കുറയ്ക്കാൻ ശ്രമിച്ചതുമെല്ലാം മനസ്സിലൂടെ മിന്നിമറഞ്ഞു. അമ്മായി ദേവികയുടെ മുഖത്തേക്ക് നോക്കി ചെറു ചിരിയോടെ വിളിച്ചു, ദേവിക. അവൾ മുഖമുയർത്തി നോക്കി. നിനക്കറിയാമോ, നിന്നെ കിട്ടിയത് ഋഷിയുടെ ഭാഗ്യമാണോ അതോ അവനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണോ എന്നെനിക്കൊന്നും പറയാൻ കഴിയില്ല. അവൾ അത്ഭുതത്തോടെ അവരെ നോക്കി. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവനെപ്പോലൊരു മനുഷ്യന് ജീവിത പങ്കാളിയെ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. മായി അവളുടെ 2 കൈകളും തൻ്റെ കൈകളിൽ പൊതിഞ്ഞു പിടിച്ചു. സത്യം പറഞ്ഞാൽ അവനെക്കുറിച്ച് ഞങ്ങൾ എല്ലാവരും ഒരുപാട് വിഷമിച്ചിരുന്നു. എന്തിന്? അവൾ പതുക്കെ ചോദിച്ചു. 30 വയസ്സ് അടുക്കാറായിട്ട് വിവാഹം കഴിക്കണമെന്നോ ആരെയെങ്കിലും ജീവിതത്തിലേക്ക് സ്വീകരിക്കണമെന്നോ അവൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അവരുടെ ശബ്ദത്തിൽ പഴയ ആശങ്കയുടെ നിഴൽ നിറഞ്ഞു. ഓരോ വിവാഹാലോചനയും വന്നാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കും. എനിക്ക് വിവാഹം വേണ്ട എന്നൊരു വാക്ക് മാത്രം. അവർ ഒരു ദീർഘനിശ്വാസമെടുത്തു. പക്ഷേ നിന്നെ കണ്ടതിന് ശേഷം എല്ലാം മാറി. അധികം മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. അവൻ്റെ കണ്ണുകൾ വീണ്ടും ജീവിതം തിരികെ വന്നതുപോലെ തോന്നി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് അവൻ മനസ്സറിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടത്. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. ഞാൻ ഇതുവരെ കണ്ടിരുന്നത് പരുക്കനും ദേഷ്യക്കാരനും അധികം സംസാരിക്കാത്ത ഒരു മനുഷ്യനെയായിരുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഇത്രയും സ്നേഹമുണ്ടായിരുന്നു. അമ്മായി വീണ്ടും മൃദുവായി പറഞ്ഞു, ദേവിക, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവൻ്റെ കൈ ഒരിക്കലും വിട്ടുകളയരുത്. അവൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. പുറമേ കാണിക്കുന്ന ശക്തിയിൽ പിന്നിൽ ഒരുപാട് മുറിവുകളുണ്ട്. ആ അവസാന വാക്കുകൾ അവളുടെ മനസ്സിൽ എന്തോ ഉണർത്തി. കുറച്ചു നേരം ദേവിക നിശബ്ദമായി നിന്നു. പിന്നീട് ഏറെ മടിച്ചുകൊണ്ട് ചോദിച്ചു, അമ്മായി. പറയും മോളെ, ഋഷിയുടെ അമ്മ എവിടെയാണ്? അവർ ഒരു നിമിഷം നിശ്ചലമായി. ദേവിക വീണ്ടും ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് അവൻ സ്വന്തം അമ്മയുടെ വീട്ടിൽ താമസിക്കാത്തത്? അമ്മായിയുടെ മുഖത്തെ പുഞ്ചിരി പതിയെ മാഞ്ഞു. കണ്ണുകളിൽ പറയാനാകാത്തൊരു വിഷാദം നിറഞ്ഞു. അവൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ദേവിക പതിയെ തലയാട്ടി. ഇല്ല. ഒരു ദീർഘനിശ്വാസമെടുത്ത് അമ്മായി ചുവരിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നു. സത്യത്തിൽ എനിക്കും അവനെക്കുറിച്ച് അധികമൊന്നും അറിയില്ല. ഞാൻ ഈ വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും അവൻ്റെ ഭൂതകാലം ചോദിച്ചിട്ടില്ല. അവനും ആരോടും ഒന്നും തുറന്നു പറഞ്ഞിട്ടുമില്ല. ഒരു നിമിഷം നിശബ്ദത. അടുക്കളയിലെ പാത്രങ്ങളുടെ ശബ്ദം പോലും അകന്നു പോയതുപോലെ തോന്നി. ശേഷം വളരെ പതുക്കെ അവർ പറഞ്ഞു, അവന് 10 വയസ്സായപ്പോഴാണ് ഈ വീട്ടിലേക്ക് വന്നത്. അവൾ ശ്വാസം പിടിച്ചു നിന്നു. പിന്നെ? അമ്മയുടെ ശബ്ദം ചെറുതായി ഇടറി. അവന് 16 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ മരിച്ചു. ദേവികയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. എന്ത്? അവളുടെ ശബ്ദം വിറച്ചു. ഋഷിയുടെ അമ്മ മരിച്ചുപോയോ? കണ്ണുകളിൽ സഹതാപം നിറച്ച് അമ്മായി പതിയെ തലയാട്ടി. അതെ. ഋഷിയുടെ കുടുംബത്തെക്കുറിച്ചോ അവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്നോ എനിക്കറിയില്ല. ഇവിടെ ആരും ഒരിക്കലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഞാനും ചോദിച്ചിട്ടില്ല. എനിക്കറിയാവുന്നതെല്ലാം ആര്യൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ട ചില കാര്യങ്ങൾ മാത്രം. ദേവികയ്ക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. രാവിലെ മുതൽ തൻ്റെ മുന്നിൽ പുഞ്ചിരിച്ച് നിന്നിരുന്ന ഋഷിയുടെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. ആ പുഞ്ചിരിക്ക് പിന്നിൽ ഇത്രയും വലിയൊരു ഏകാന്തതയും വേദനയും ഒളിച്ചിരുന്നുവെന്ന് താൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അവനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നൊരാഗ്രഹം ആദ്യമായി അവളുടെ ഉള്ളിൽ ശക്തമായി ഉയർന്നു. അവളുടെ നിശബ്ദത മനസ്സിലാക്കിയ അമ്മായി പതുക്കെ ദേവികയുടെ തോളിൽ കൈവച്ചു. മതി മോളെ, ഇനി അതൊന്നും ആലോചിക്കണ്ട. ഒരു ചെറിയ പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് അവർ പറഞ്ഞു. അവൾ തയ്യാറാക്കിയ പായസം ഓരോ ചെറിയ പാത്രങ്ങളിലായി ശ്രദ്ധയോടെ ഒഴിച്ചു. അതിൽ നിന്ന് ഉയരുന്ന ചൂടിനൊപ്പം ഏലക്കയുടെയും കുങ്കുമപ്പൂവിൻ്റെ മൃദുലമായ സുഗന്ധം വായുവിൽ നിറഞ്ഞു. ട്രേ കയ്യിൽ പിടിച്ച് അമ്മായിയുടെ പിന്നാലെ ഡൈനിങ് ഹാളിലേക്ക് നടക്കുമ്പോൾ അവളുടെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഋഷി ഇതിനോടകം തന്നെ മേശയ്ക്കരികിൽ ഇരിക്കുകയായിരുന്നു. ഫോണിൻ്റെ സ്ക്രീനിലേക്ക് കണ്ണുകൾ പതിപ്പിച്ച് മറ്റൊന്നും ശ്രദ്ധിക്കാത്ത ഭാവം. അമ്മായി ഓരോ വിഭവങ്ങളുടെ മൂടി തുറന്ന് മേശയിൽ നിരത്താൻ തുടങ്ങി. ഭക്ഷണത്തിൻ്റെ മണം മുറിയാകെ പരന്നതോടെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം വിരിഞ്ഞു. വാ, എന്താ ഈ മണം? ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ, വേഗം വിളമ്പ്, എനിക്കിപ്പോൾ തന്നെ വിശന്ന് കണ്ണ് കാണുന്നില്ല.
എന്ന് ആര്യൻ തമാശയെ വയറ് തടവിക്കൊണ്ട് പറഞ്ഞതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. നിനക്ക് വിശക്കാത്ത സമയമുണ്ടോ? എപ്പോഴും ഭക്ഷണം മാത്രം, അമ്മായി കളിയാക്കി. ആ ചിരികൾക്കിടയിൽ ചെറിയ രാഘവും തൻ്റെ കുഞ്ഞു ശബ്ദത്തിൽ എനിക്കും വിശക്കുന്നു എന്ന് പറഞ്ഞതോടെ വീണ്ടും എല്ലാവരും ചിരിയിലായി. അവൻ്റെ നിഷ്കളങ്കത ദേവികയുടെ ചുണ്ടിലും ഒരു ചെറിയ പുഞ്ചിരി വിരിയിച്ചു. അവൾ ഓരോരുത്തരുടെയും പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പി തുടങ്ങി. ഋഷിയുടെ മുന്നിലെത്തിയപ്പോൾ തല ഉയർത്താൻ പോലും അവൾക്ക് ധൈര്യമുണ്ടായില്ല. നിശബ്ദമായി അവൻ്റെ പ്ലേറ്റിൽ ഭക്ഷണം വെച്ച് അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ നിമിഷം അവളുടെ കൈത്തണ്ടയിൽ ഒരു മൃദുവായ സ്പർശം. അവൾ ഞെട്ടി നിന്നു. ഋഷിയായിരുന്നു അത്. ഇവിടെ എൻ്റെ അടുത്തിരിക്കെ. അവൻ്റെ ശബ്ദം ശാന്തമായിരുന്നു, പക്ഷേ അതിലെതിർക്കാൻ കഴിയാത്ത ഉറപ്പുണ്ടായിരുന്നു. അവൾ പതിയെ അവനെ നോക്കി. ഋഷി ആരെയും ശ്രദ്ധിക്കാതെ തൻ്റെ മുന്നിലേക്ക് ഒഴിഞ്ഞ പ്ലേറ്റ് മേശപ്പുറത്ത് വെക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ അറിയാതെ അമ്മായിയിലേക്ക് നീങ്ങി. അമ്മായി ഭർത്താവിൻ്റെ അരികിലിരുന്ന് സന്തോഷത്തോടെ സംസാരിക്കുകയായിരുന്നു. എന്നാൽ ദേവികയുടെ മനസ്സ് മടിച്ചു നിന്നു. അവളുടെ അമ്മ പറഞ്ഞിരുന്നതെല്ലാം ഓർമ്മ വന്നു. ആദ്യം വീട്ടിലെ പുരുഷന്മാർ കഴിക്കും, സ്ത്രീകൾ പിന്നീട്. അവരുടെ കൂടെ ഇരിക്കരുത്. ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഇന്നും ജീവനോടുണ്ടായിരുന്നു. സാരിയുടെ അറ്റം വിരലുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ദേവിക അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് ഒരു കസേര പിന്നിലേക്ക് നീങ്ങുന്ന ശബ്ദം കേട്ടത്. ഋഷി തൻ്റെ അരികിലെ കസേര ദേവികയ്ക്കായി വലിച്ചിട്ടിരുന്നു. ഒന്നും പറയാതെ വളരെ സ്വാഭാവികമായി അവൻ അവളെ അവിടെ ഇരുത്തി. ദേവിക എതിർത്തില്ല, നിശബ്ദമായിരുന്നു. ആരുടെയെങ്കിലും മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് ധൈര്യമുണ്ടായില്ല. എല്ലാവരും എന്ത് വിചാരിക്കും? ഹൃദയം അതിവേഗം മിടിച്ചു. പക്ഷേ അടുത്ത നിമിഷം അവളെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നായിരുന്നു. ഋഷി അവളുടെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പുകയായിരുന്നു, വളരെ ശ്രദ്ധയോടെ, വളരെ കരുതലോടെ. അവൾ ഉൾക്കണ്ണിട്ട് ചുറ്റും നോക്കി. ആരും തന്നെ തുറച്ചു നോക്കുന്നില്ല, ആരും അസ്വസ്ഥരല്ല. എല്ലാവരും പഴയതുപോലെ ചിരിച്ചും സംസാരിച്ചും ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ നിമിഷമാണ് അവൾ ആദ്യമായി മനസ്സിലാക്കിയത്, ഇതാണൊരു കുടുംബം. സ്നേഹം നിയമങ്ങൾ ചോദിക്കാത്തൊരിടം, ഭയം വാതിൽക്കൽ തന്നെ അവസാനിക്കുന്ന ഒരിടം. ഇവിടെ ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് ഭക്ഷണം വിളമ്പും, ഭാര്യമാർ ചിരിച്ചുകൊണ്ട് അത് സ്വീകരിക്കും, കുട്ടികൾ ഉച്ചത്തിൽ ചിരിക്കും, മുത്തശ്ശി എല്ലാവരെയും നോക്കി സന്തോഷിക്കും. ആര്യൻ തൻ്റെ പാത്രത്തിലേക്ക് കൗതുകത്തോടെ നോക്കി. ദേവിക, ഇത് സാധാരണ പായസം പോലെ അല്ലല്ലോ. രാഘവും അതിശയത്തോടെ തൻ്റെ ചെറിയ പാത്രത്തിലേക്ക് നോക്കി. ഇത് ബ്രൗൺ നിറമല്ലേ? പായസം വെളുത്തതല്ലേ? ഒരു നിമിഷം അവളുടെ ഹൃദയം പിടഞ്ഞു. ഇത് അടപ്രഥമനാണ്, അവൾ പതിയെ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ ഓണത്തിനും വിഷുവിനും മറ്റും വിശേഷ ദിവസങ്ങളിലെല്ലാം ശർക്കരയും തേങ്ങാപ്പാലും ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രത്യേക പായസമാണ്. അവരുടെ മുഖങ്ങളിലേക്ക് അവൾ മടിയോടെ നോക്കി. അവർക്കിത് ഇഷ്ടപ്പെടുമോ? രുചി വ്യത്യസ്തമാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കുമോ? എന്നാൽ അടുത്ത നിമിഷം മുത്തശ്ശി ഒരു സ്പൂൺ കൂടി വായിലേക്ക് എടുത്ത് പുഞ്ചിരിച്ചു. മോളെ, ഇത്ര രുചിയുള്ള അടപ്രഥമൻ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കഴിക്കുന്നത്. വിശ്വാസം വരാതെ അവൾ അവരെ നോക്കി. അപ്പോഴേക്കും അവരുടെ പാത്രം പകുതിയിലേറെ കാലിയായിരുന്നു. വാവ് ദേവിക, ഇത് സൂപ്പറാണ്, അമ്മായിയും സന്തോഷത്തോടെ പറഞ്ഞു. രാത്രിയും ഇത് തന്നെ ഉണ്ടാക്കാമോ? എനിക്ക് ഇനിയും കഴിക്കണം. അവൾ അത്ഭുതത്തോടെ അവരെ നോക്കി, പിന്നെ പതിയെ തലയാട്ടി. അറിയാതെ ഒരു പുഞ്ചിരി തൻ്റെ ചുണ്ടുകൾ വിരിഞ്ഞു. ആ നിമിഷം അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി താൻ ഉണ്ടാക്കിയ ഭക്ഷണം ആരോ ഹൃദയം നിറഞ്ഞ് ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. അവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, അല്ല, ഒരുപാട് ഇഷ്ടപ്പെട്ടു. മുറിയിലെ ക്ലോക്കിൻ്റെ സൂചികൾ 11 കടന്നിരുന്നു. അവൾ അലമാരയിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് എടുത്ത് പതിയെ അത് നിലത്ത് വിരിക്കാൻ തുടങ്ങിയതും ദേവിക, പിന്നിൽ നിന്ന് ഋഷിയുടെ ശബ്ദം കേട്ടു. അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. അവൻ്റെ നോട്ടം നേരെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റിലേക്ക് എത്തി. എന്താണ് ചെയ്യുന്നത്? അത് ഞാൻ താഴെ കിടന്നോളാം, അത്രമാത്രം പറഞ്ഞു. ഒരു നിമിഷം പോലും വൈകാതെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റ് അവൻ മെല്ലെ വാങ്ങി. ഇതാരാണ് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, ഞാൻ തന്നെ. ദേവിക, അവൻ അവളുടെ വാക്കുകൾ മുറിച്ചു. ഈ വീട്ടിൽ, എൻ്റെ മുറിയിൽ എൻ്റെ ഭാര്യ നിലത്ത് കിടക്കില്ല. അവൾ കണ്ണുകൾ താഴ്ത്തി. ഒരു പക്ഷേയില്ല. അവൻ്റെ ശബ്ദം ശാന്തമായിരുന്നെങ്കിലും അതിൽ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. അവളൊന്നും പറയാതെ നിന്നു. അടുത്ത നിമിഷം ദേവിക പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു. ഋഷി, അവൾ വിളിച്ചു തീരുന്നതിന് മുമ്പ് അവൻ അവളെ ഇരു കൈകളിലും കോരിയെടുത്തു. അയ്യോ, എന്നെ താഴെ ഇറക്ക്. അവൾ പരിഭ്രമിച്ചുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ഇറക്കില്ല, ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. ഋഷി, ആരെങ്കിലും കണ്ടാൽ? വാതിലടച്ചിട്ടുണ്ട്. അവൻ്റെ മറുപടി കേട്ട് അവളുടെ കവിളുകൾ ചുവന്നുപോയി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ.